Welcome to Blessing Today. Blessing Todayയിലേക്ക് സ്വാഗതം. I believe the Lord is going to do something big in your life today. ഇന്ന് ദൈവം എന്തോ വലിയ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാം. These days we are meditating upon the Son of God. ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവപുത്രൻ എന്ന് പറയുന്ന സന്ദേശമാണ് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. Hope you are getting blessed. നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടുന്നുണ്ടെന്ന് I ഞാൻ want to വിശ്വസിക്കുന്നു. hear from you. നിങ്ങളിൽ നിന്ന് കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. You can send in your comments, how you are getting blessed, your opinions, your suggestions, etc. നിങ്ങളുടെ ഒപ്പീനിയനുകൾ, നിങ്ങളുടെ സജഷനുകൾ, അഭിപ്രായങ്ങൾ ഒക്കെ ദയവായി ഞങ്ങളെ എഴുതി. And if you like these study classes on the Son of God, if you don't like me, no problem, but I believe you like the Son of God. So send this video to as many people as possible. നിങ്ങൾ ഈ ഒരു ദൈവപുത്രൻ എന്ന് പറയുന്ന ഈ സന്ദേശ പരമ്പര നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ ഇത് പ്രസംഗിക്കുന്ന എന്നെ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടിയും ഈ സന്ദേശത്തെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനേകർക്ക് ഈ സന്ദേശത്തിൻ്റെ ലിങ്ക് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്തു. I'm going to talk something great to you. ഇന്ന് ഞാൻ വളരെ പ്രധാനപ്പെട്ട മഹത്തരമായ ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ പോകുകയാണ്. Before that, in the beginning itself, we are going to pray for the sponsors. അതിനു മുന്നമേ തന്നെ ആദ്യമേ തന്നെ ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഇന്നത്തെ സ്പോൺസർ കൂത്താട്ടുകുളത്തുനിന്ന് ഷീല രഘുവാണ് ആദ്യത്തെ നമ്മുടെ സ്പോൺസർ. Thank you so much, Sheila. കർത്താവെ, ദൈവിക സന്തോഷവും സമാധാനവും ഭവനത്തിൽ നിറയുവാൻ, മകളുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ, നല്ല ആരോഗ്യം ഉണ്ടാകുവാൻ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത സ്പോൺസർ നിലമ്പൂരിൽ നിന്ന് ബീനയാണ്. Oh, thank you so much, Bina. കർത്താവെ, നീ കൊടുത്ത അനുഗ്രഹങ്ങൾക്കായി, പ്രത്യേകിച്ച് മാതാപിതാക്കളെയും കുടുംബത്തെയും കാത്തു പരിപാലിച്ചതിനായി, ഭവനം ലഭിക്കുവാൻ വേണ്ടി കൂടെ ഞങ്ങളിപ്പോൾ ചേർന്നു പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടുത്ത സ്പോൺസർ ഡൽഹിയിൽ നിന്ന് സിനി രാജൻ ആണ്. Thank you so much, Sini. കർത്താവെ, സിനിക്ക് ജോലി ലഭിക്കുവാനും കടബാധ്യതകൾ മാറുവാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മൂത്ത മകൾക്ക് എൻട്രൻസിൽ ഉന്നത വിജയം ലഭിക്കുവാനും, ഇളയ മകൾക്ക് 11th അഡ്മിഷൻ ലഭിക്കുവാനും കർത്താവിൻ്റെ കൃപ അങ്ങ് പകരണമേന്ന് ഞങ്ങൾ ഈ വിഷയത്തെ അങ്ങയുടെ കൈകളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. Amen. ആമേൻ. Thank you so very much, all sponsors. എല്ലാ സ്പോൺസേഴ്സിനോടുള്ള പ്രത്യേകമായ നന്ദി ഈ സമയത്ത് അറിയിക്കും. Let's worship the Lord right നമുക്ക് now. ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ ആരാധിക്കാം. ആമേൻ. എത്ര പേര് ഇന്ന് തയ്യാറാണ് ദൈവത്തിനെ ആരാധിക്കാൻ ഇന്ന് പകൽക്കാലം? ആമേൻ. നീൻ സ്വന്തം, നീൻ പക്ഷം, നീറും വേളകളിൽ ആഴിൻ ആഴങ്ങളിൽ ആലംബം നീ എനിക്ക്. നീൻ സ്വന്തം, നീൻ സ്വന്തം, നീൻ പക്ഷം, നീറും വേളകളിൽ
കാതലിൻ ദൈവം എന്നേശു. നീ എൻ സ്വന്തം, നീ എൻ പക്ഷം, നീറും വേളകളിൽ ആഴിൻ ആഴങ്ങളിൽ ആലംബം നീ എനിക്ക്. ആഴിൻ ആഴങ്ങളിൽ ആലംബം നീ എനിക്ക്. All right, yesterday I was talking about the human side of the Lord Jesus. ഇന്നലെ ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നത് യേശുവിന്റെ മനുഷ്യത്വം എന്ന് പറയുന്ന ഭാഗത്തെക്കുറിച്ചായിരുന്നു. And as a human being, he did so many things in this world. ഈ ലോകത്തിൽ മനുഷ്യൻ എന്ന നിലയിൽ ഒത്തിരി കാര്യങ്ങൾ അവൻ ചെയ്തു. And because of that, he has become so compassionate with us. He can sympathize with us. He can empathize with us. അതുകൊണ്ട് തന്നെ അവന് ആ കാര്യത്തിൽ നമ്മളോട് കൂടുതൽ കരുണയുള്ളവനും അതുപോലെ തന്നെ ആർദ്രതയുള്ളവനും സിമ്പതിയുള്ളവനുമായി തീർന്നു. And we also saw the human side of Jesus through his biodata. അപ്പോൾ അത് മാത്രമല്ല അവന്റെ മനുഷ്യ വശം എന്നുള്ളത് അവന്റെ ബയോഡാറ്റയിലൂടെ നമ്മൾ കാണുകയും ചെയ്തു. I also told that Jesus has not only two names, Jesus Christ, but he has 196 other names and titles. യേശു ക്രിസ്തുവിന് യേശു ക്രിസ്തു എന്ന് പറയുന്ന രണ്ട് പേരുകളല്ല ഉള്ളത്, കൂടാതെ 196 പേരുകൾ ബൈബിളിൽ നമുക്ക് അത് കൂടാതെ കാണാം. In my personal study, I went through most of these names. എൻ്റെ വ്യക്തിപരമായ പഠനത്തിൽ ഞാൻ ഈ പല പേരുകളിലൂടെയും മിക്കവാറും പേരുകളിലൂടെയും ഞാൻ ചിന്തിച്ചു പോയി. And when I journeyed through the names and titles of the Lord Jesus, that itself was an eye opener. ഈ ഓരോ പേരുകളിലൂടെയും ഒരു പഠനയാത്ര നടത്തിയപ്പോൾ ഓരോ പേരുകളും എൻ്റെ കണ്ണു തുറപ്പിക്കുന്നതായിരുന്നു. And sometimes I cried, sometimes I laughed, sometimes I was so excited, I was full of life. ചില സമയങ്ങളിൽ എനിക്ക് വല്ലാത്ത എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വീണു, ചില സമയങ്ങളിൽ എനിക്ക് ചിരി തോന്നി, എന്നാൽ ചില സമയങ്ങളിലാകട്ടെ ദൈവികമായ വല്ലാത്ത ഒരു അനുഭവത്തിലേക്ക് അതെന്നെ കൊണ്ടെത്തിച്ചു. So these names and titles that the Lord Jesus has, 198 of the minimum, they are going to really bless us. യേശു ക്രിസ്തുവിൻ്റെ ഈ 198 നാമങ്ങൾ അത് ഒരുമിച്ച് ചേർന്ന് പഠിക്കുമ്പോൾ വളരെ അത്ഭുതകരമായ കാര്യങ്ങളാണ്, നമ്മുടെ കണ്ണു തുറപ്പിക്കുന്ന കാര്യങ്ങളാണ് അത് പുറത്തു കൊണ്ടുവരുന്നത്. Are you interested to get at least some of them? ഈ കാര്യങ്ങളിൽ ചിലതൊക്കെ പഠിക്കുവാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? I'm not going to cover all the 198 here. ഇവിടെ ഈ 198 നാമങ്ങളും ഒറ്റയടിക്ക് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. In my personal notes I have 100. എൻ്റെ പേഴ്സണൽ നോട്ടിൽ ഞാൻ 100ഓളം എഴുതിയിട്ടുണ്ട്. Let me see how much I can give you. എത്ര എണ്ണം വരെയും നിങ്ങൾക്ക് തരാൻ പറ്റും എന്ന് ഞാൻ നോക്കട്ടെ. Our time is limited. നമ്മുടെ സമയം പരിമിതിയാണ്. Maybe in different episodes I can give. ഒരുപക്ഷെ പല എപ്പിസോഡുകളായിട്ട് എനിക്ക് തരാൻ But if സാധിക്കുമായിരിക്കും. you are really excited to know all the names and titles of the Lord Jesus, get your notebooks, write them down. ഈ സമയത്ത് യേശു ക്രിസ്തുവിന്റെ ഈ മറ്റ് 196ഓളം മൊത്തത്തിൽ 198 നാമങ്ങൾ ഒരുമിച്ച് പഠിക്കുവാനായിട്ട് നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ നോട്ട്ബുക്കും പേനയും ഒക്കെ റെഡിയാക്കുക. I'm going to give it in the alphabetic order. ഞാൻ ഇത് ഒരു അക്ഷരമാലാക്രമത്തിലാണ് ഞാൻ ഇത് തരാൻ പോകുന്നത്. That means in English alphabet order. അതായത് ഇംഗ്ലീഷ് ഭാഷയിലെ അക്ഷരമാലാക്രമത്തിലാണ് ഞാൻ തരാൻ പോകുന്നത്. Write down number 1. ഒന്നാമത്തേത് എഴുതുക, Advocate. വക്കീൽ. Jesus is our advocate. യേശു കർത്താവ് നമ്മുടെ അഡ്വക്കേറ്റ് ആണ്, വക്കീലാണ്. You can find this name or title in 1 John 2:1. ഈ പേര് നമുക്ക് കാണാൻ സാധിക്കുന്നത് 1 യോഹന്നാന്റെ ലേഖനം 2:1 So John says we have an advocate with the Father there, up there. ഈ യോഹന്നാൻ പറയുന്ന നമ്മുടെ പിതാവിന്റെ അടുക്കൽ നമുക്ക് വേണ്ടി വാദിക്കുന്ന ഒരു വക്കീലുണ്ട്. What is the duty of an advocate? എന്താണ് ഒരു വക്കീലിന്റെ So ഉത്തരവാദിത്വം? by the way, every name or every title gives us an idea about his role or his duty or his function that names
that name indicates. ഓർക്കുക, ഓരോ സ്ഥാന പേരുകളും ആ സ്ഥാന പേരുകൾ സൂചിപ്പിക്കുന്നത് ആ സ്ഥാന പേരിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ, അതിന്റെ പ്രവൃത്തികളെയാണ് അത് കാണിക്കുന്നത്. Or some of the names will tell you what he is. എന്നാൽ ചില പേരുകൾ ആ വ്യക്തി എന്താണ് എന്ന് വെളിപ്പെടുത്തുന്നതായിരിക്കും. And when you get one by one these names and titles, I believe inside your bones something will happen. ഞാൻ ഈ ഓരോ പേരുകളും ഇത്തരത്തിൽ സ്ഥാനങ്ങളും അതിന്റെ വസ്തുതകളും അനുസരിച്ച് പഠിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ അസ്ഥിക്കകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. Something will happen inside your bone marrow. നിങ്ങളുടെ മജ്ജയ്ക്കകത്ത് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. And I even believe that when you study the names and titles of Jesus, many of you are going to be healed. അതുമാത്രമല്ല, ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്ന ഒരു യാഥാർത്ഥ്യം, ഈ യേശുവിൻ്റെ ഈ പേരുകളെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ നിങ്ങളിൽ പല ആളുകളും കൂട്ടമായി സൗഖ്യമാകാൻ And പോകുകയാണ്. some of you are going to become very bold in life. അത് മാത്രമല്ല, ചില ആളുകളൊക്കെ ജീവിതത്തിൽ വളരെ ധൈര്യശാലികളാകാൻ പോകുകയാണ്. Because we are getting to know who the lover of our soul is actually. സത്യത്തിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, യഥാർത്ഥത്തിൽ നമ്മുടെ പ്രാണപ്രിയൻ എന്താണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാൻ പോകുകയാണ്. That knowledge itself will strengthen you. ആ അറിവ് തന്നെ നിങ്ങളെ ബലപ്പെടുത്തുന്നതായിരിക്കും. So the first one is advocate. ഞാൻ പറഞ്ഞൊരു ആദ്യത്തേത് വക്കീൽ, അഡ്വക്കേറ്റ് ആണ്. So on the right hand side of the Father's throne, I have an advocate in heaven. നിങ്ങൾക്ക് വിശ്വസിക്കാമോ, സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്തായിട്ട് എനിക്കൊരു അഡ്വക്കേറ്റ് ഉണ്ട്. Meaning, if I am in the wrong or if I sin, if the devil is accusing something against me, I have a voice speaking to the Father on my behalf. ഓർക്കുക, എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും ഒരു പാപം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തെറ്റിലൂടെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ സാത്താൻ എനിക്കെതിരെ ചില കുറ്റാരോപണങ്ങൾ നടത്തുമ്പോൾ, സ്വർഗത്തിൽ പിതാവിൻ്റെ അടുക്കൽ എനിക്ക് വേണ്ടി വാദിക്കാൻ, ശബ്ദമുയർത്താൻ ഒരുവനുണ്ട്. Recently, I came to know about a truth about the Lord Jesus. ഈ അടുത്ത കാലത്താണ് യേശു കർത്താവിനെ കുറിച്ചുള്ള ഒരു സത്യം ഞാൻ തിരിച്ചറിഞ്ഞത്. When he was ministering on earth, അദ്ദേഹം ഈ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്തിരുന്നപ്പോൾ he was always with the accused. അവൻ എല്ലായ്പ്പോഴും കുറ്റാരോപിതരായിരുന്നവരുടെ കൂടെയാണ് നിന്നത്, അവരുടെ പക്ഷത്താണ് The നിന്നിരുന്നത്. best example is given in John chapter 8. അതിന്റെ യഥാർത്ഥ ഒരു ഉദാഹരണം നമുക്ക് കാണാൻ സാധിക്കുന്ന യോഹന്നാന്റെ സുവിശേഷം 8-ാം A അധ്യായത്തിലാണ്. woman was caught in adultery. ഇവിടെ ഒരു സ്ത്രീ വ്യഭിചാര കുറ്റത്തിൽ And പിടിക്കപ്പെട്ടിരുന്നു. all of them came prepared with big stones. വലിയ വലിയ കല്ലുകളുമായിട്ട് ആളുകൾ ഇപ്പോൾ തയ്യാറായി നിൽക്കുകയാണ്. And they diplomatically they asked some questions. അവിടെ വളരെ സൂത്രത്തിൽ ചില ചോദ്യങ്ങൾ അവർ ചോദിക്കുകയും ചെയ്യുന്നു. But Jesus stood with the adulterous woman and defended her. എന്നാൽ സത്യത്തിൽ യേശു വ്യഭിചാര കർമ്മം ചെയ്ത ആ സ്ത്രീയുടെ കൂടെ നിൽക്കുകയാണ് ചെയ്തത്. And he defended her. അത് മാത്രമല്ല, അവൾക്ക് വേണ്ടിയിട്ട് അവൻ വാദിക്കുകയും ചെയ്യുന്നു. And all of them left. അത് കഴിഞ്ഞപ്പോൾ എല്ലാ ആളുകളും അവളെ വിട്ടുപോയി. And nobody stoned her to death. ആരും തന്നെ അവളെ കൊല്ലുവാൻ തക്കവിധം കല്ലെറിഞ്ഞില്ല. And Jesus was found with all the sinners and tax collectors. അത് മാത്രമല്ല, യേശു കർത്താവ് എല്ലാ പാപികളുടെയും ചുങ്കക്കാരുടെയും കൂട്ടത്തിൽ എണ്ണപ്പെട്ടവനായി. Jesus was not even in friendship with the priests and the Levites and the big righteous people, the Sadducees, the Pharisees, the scribes, the religious guys. Jesus was found with all the sinners. അത് മാത്രമല്ല, യേശു കർത്താവിൻ്റെ അടുത്ത ബന്ധം പുലർത്തുന്നവരിൽ, കൂട്ടുകാരെന്ന് പറയാവുന്നില്ല, പുരോഹിതന്മാരോ അല്ലെങ്കിൽ ആ കാലത്തുണ്ടായിരുന്ന പരീശന്മാരോ സദൂക്യരോ ശാസ്ത്രിമാരോ പോലുള്ള വിഭാഗക്കാർ ആരുമേ ഉണ്ടായിരുന്നില്ല. പകരം ചുങ്കക്കാരുടെയും പാപികളുടെയും കൂട്ടത്തിലായിരുന്നു യേശുവിനെ കണ്ടിരുന്നത്. And even people started accusing him. He is a friend of sinners. അത് മാത്രമല്ല, ജനങ്ങളും അവനെ കുറ്റം ആരോപിക്കാൻ തുടങ്ങി. കാരണം ഇവൻ പാപികളുടെ സ്നേഹിതൻ എന്ന് പറഞ്ഞു. So this voice is now speaking for me in heaven on the right hand side of the Father. എന്നാൽ ഈ ശബ്ദം ഓർക്കുക, ഇപ്പോൾ സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്ത് ഇരുന്നുകൊണ്ട് എനിക്ക് വേണ്ടി വാദിക്കുകയാണ്. Jesus is my advocate. ഓർക്കുക, യേശു എൻ്റെ വക്കീലാണ്. So if you have any case, നിങ്ങൾക്ക് ഒരു കേസ് ഉണ്ടെങ്കിൽ I am introducing to you the best advocate. ഞാൻ നിങ്ങൾക്ക് ഒരു ഏറ്റവും നല്ല ഒരു വക്കീലിനെ പറഞ്ഞു തരാം.
The Lord Jesus, Advocate Jesus Christ. അഡ്വക്കേറ്റ് യേശു ക്രിസ്തു. If you have any problem with your neighbors or your friends, your foes, or anybody, any relative or any family members, if you have any issue, give the matter to him. He will solve it. നിങ്ങളുടെ അയൽവക്കത്തുള്ളവരായിട്ടോ ബന്ധുക്കളായിട്ടോ നിങ്ങളുടെ ഭവനത്തിലുള്ളവരായിട്ടോ നിങ്ങളുടെ കൂട്ടുകാരായിട്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമായിട്ട് ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തിൻ്റെ ഏറ്റവും നല്ല പരിഹാരത്തിന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും നല്ല വക്കീലാണ്, ആ പ്രശ്നം കൊണ്ടുപോയി സമർപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല വക്കീലാണ് അഡ്വക്കേറ്റ് യേശു ക്രിസ്തു എന്നുള്ളത്. And he is practicing this for free, no fee. അത് മാത്രമല്ല ഇതെല്ലാം താൻ ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്, ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. Hallelujah. ഹല്ലേലൂയ. Number 2. രണ്ടാമത്തേത് Almighty. സർവശക്തൻ. Revelation chapter 1 verse number 8. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വചനം. You can see the Lord Jesus' one name or one title is Almighty. അവിടെ നമുക്ക് യേശു കർത്താവിന്റെ സ്ഥാനപ്പേരിൽ ഒരു പേര് സർവശക്തൻ എന്നുള്ളത് കാണാം. So the Lord Jesus is not a minor or a small God, a tiny God, a junior God. He is Almighty. ഓർക്കുക, യേശു ക്രിസ്തു അതുകൊണ്ട് ഒരു ചോട്ടാ ദൈവം, ഒരു ചെറിയ ദൈവം ആണെന്ന് കരുതരുത്. അവൻ സർവശക്തിയുള്ളവനാണ്. I believe your confusion is gone. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ആശയക്കുഴപ്പങ്ങളെല്ലാം മാറി. Many people even today they think that Jesus is an inferior God. ഒത്തിരി ആളുകൾ ഇപ്പോഴും ചിന്തിച്ചിരിക്കുന്നത് യേശു ക്രിസ്തു കുറച്ച് താഴ്ന്നു നിൽക്കുന്ന ഒരു അല്പം കൂടെ താണു നിൽക്കുന്ന ഒരു ചെറിയ ദൈവമാണ്. But actually he is equal with God, the Father. എന്നാൽ സത്യത്തിൽ സ്വർഗീയ പിതാവുമായിട്ട് സമനാണ് യേശു He ക്രിസ്തു. is Almighty God. അവൻ സർവശക്തനായവനാണ്. Number 3, write down. മൂന്നാമത്തെ കാര്യം എഴുതുക. Alpha and Omega. ആൽഫയും ഒമേഗയും. I love this. എനിക്കിത് വളരെ ഇഷ്ടമാണ്. I even love that song, You are Alpha, You are Omega. എനിക്ക് എല്ലായ്പ്പോഴും ഇഷ്ടമുള്ളൊരു പാട്ടാണല്ലോ, യു ആർ ആൽഫ യു ആർ ഒമേഗ. And Jesus is Alpha and Omega means he is the beginning and the end. യേശു ക്രിസ്തു ആൽഫയും ഒമേഗയാണെന്ന് പറയുമ്പോൾ അവൻ ആരംഭവുമാണ് He is the അവസാനവുമാണ്. first and the last. അവനാണ് ആദ്യവും അന്തവും എന്ന് പറയുന്നത്. Revelation chapter 22, വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 12 and 13. അതിന്റെ 12-13 വചനങ്ങൾ. Revelation 1:8. വെളിപ്പാട് 1:8. In all these verses we can see this title used, Alpha and Omega. അവിടെ എല്ലായിടത്തും തന്നെ ഈ ആൽഫ ആൻഡ് ഒമേഗ എന്ന് പറയുന്ന ആ സ്ഥാനപ്പേര് നമുക്ക് കാണാൻ സാധിക്കും. Alpha is the first letter of Greek alphabet. ഗ്രീക്കിന്റെ അക്ഷരമാലയിലെ ആദ്യ അക്ഷരമാണ് ആൽഫ എന്ന് പറയുന്നത്. Omega is the last letter. അപ്പോൾ തന്നെ ഒമേഗ അക്ഷരമാലയിലെ അവസാനത്തെ I am the അക്ഷരം. Alpha and Omega means what? ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം? I am from the beginning and I will be in the end. ഞാൻ ആരംഭത്തിൽ തന്നെ ഉള്ളവൻ, അത് മാത്രമല്ല ഞാൻ അവസാനത്തോളം ഉള്ളവനാണ്. That means I am an eternal God. അതിന്റെ അർത്ഥം ഞാൻ നിത്യനായ ദൈവമാണ്. I am the beginning. Everything has its beginning from me. ആമേൻ. ഞാൻ ആരംഭകൻ എന്ന് പറയുമ്പോൾ സകല കാര്യത്തിനും ആരംഭം കുറിക്കുന്നവൻ, എന്നിൽ നിന്നാണ് സകലതും തുടങ്ങുന്നത് എന്നാണ് അർത്ഥമുള്ളത്. And everything will have its end in me. അത് മാത്രമല്ല എല്ലാ കാര്യത്തിന്റെ അവസാനവും അത് എന്നിൽ തന്നെയായിരിക്കും. One more thing I want to add. ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. If he is the Alpha and if he is the Omega, അവനാണ് ആൽഫ, അവനാണ് ഒമേഗ എങ്കിൽ he is also Beta. അവൻ അതിന്റെ ബീറ്റ കൂടിയാണ്. He is also Gamma. അപ്പോൾ തന്നെ അവൻ He ഗാമയുമാണ്. is also Theta. അവൻ അതിന്റെ He is തീറ്റയുമാണ്. also Sigma. അവൻ സിഗ്മയാണ്. He is also Epsilon. എപ്സിലോൺ ആണ്. He is every letter of the alphabet. In every point he is there. ഓർക്കുക, ഈ ഗ്രീക്ക് അക്ഷരമാലയിലെ ഓരോ അക്ഷരങ്ങളും എല്ലാ പോയിന്റിലും അവനുണ്ട്. I have a message for you. എനിക്കൊരു സന്ദേശം നിങ്ങളോട് If പറയാനുണ്ട്. he is in the beginning of your life, നിങ്ങളുടെ ജീവിതത്തിന്റെ തുടക്കത്തിൽ അവനുണ്ടെങ്കിൽ he will be there in the end also. ഓർക്കുക, അവൻ അതിന്റെ അവസാനത്തിലും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. He will come only in the beginning and end. ഓർക്കുക, അവൻ തുടക്കത്തിൽ മാത്രം വരുന്നു പിന്നീട് അവസാനത്തിൽ മാത്രം വരുന്നവനാണോ? He comes at the birth of yours and at the death of yours. നിങ്ങൾ ജനിക്കുമ്പോൾ ഒന്ന് വരുന്നു, പിന്നെ നിങ്ങൾ മരിക്കുമ്പോൾ പിന്നെ വരുന്നു, അങ്ങനെയാണോ? No brother, no sister, he is there every moment of your life. അങ്ങനെയല്ല സഹോദര, അങ്ങനെയല്ല സഹോദരി, നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട്. This is why Jesus said in Matthew 28 and verse number 20, അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നത്, Behold, I am with you always, even to the end of this age. ഞാനോ എല്ലാ നാളും ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ട്.
He's the Alpha and Omega. അവൻ ആൽഫയും ഒമേഗയുമാകുന്നു. Number 4, he is the anointed. നാലാമത്തെ കാര്യം, അവൻ അഭിഷിക്തനാകുന്നു. Everybody say anointed. എല്ലാവരും പറയാമോ അഭിഷിക്തൻ? Type it down. ടൈപ്പ് ചെയ്യുക. Say with your mouth. നിങ്ങളുടെ വായ കൊണ്ടൊന്ന് പറഞ്ഞു നോക്കിയ അഭിഷിക്തൻ. The Lord Jesus is the anointed one. യേശു കർത്താവ് അഭിഷിക്തനായ വ്യക്തിയാണ്. Acts 4 verse number 27. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വചനം. I'm giving one verse or a scripture reference or something, but maybe the same title or name you can see in different parts of the scriptures. ഞാൻ ഒരു ഭാഗം മാത്രമേ നിങ്ങൾക്ക് ഇപ്പോൾ നൽകുന്നുള്ളൂ, എന്നാൽ ഇതേ കാര്യങ്ങൾ തന്നെ പല വേദവചന ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കും. So Acts 4:27. അപ്പോസ്തല പ്രവൃത്തി 4:27. People Herod, Pontius Pilate and the rulers, they conspired against the Lord Jesus. അവിടെ ഹേരോദാവും അതുപോലെ തന്നെ പൊന്തിയോസ് പിലാത്തോസും ഇസ്രായേൽ ജനവുമായി അവനെതിരെ നിൽക്കുവാനായിട്ട് ഒന്നിച്ചുകൂടി. But Peter is now saying, you were conspiring against the anointed. എന്നാൽ പത്രോസ് പറയുന്നത്, നിങ്ങൾ കർത്താവിന് വിരോധമായും അവന്റെ അഭിഷേകത്തിന് വിരോധമായും ഒന്നിച്ചു കൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. You can read the same thing in Psalm 2. ഇതേ കാര്യം തന്നെ നിങ്ങൾക്ക് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 2-ാം അധ്യായത്തിലും കാണാൻ സാധിക്കും. So the kings are conspiring against the anointed of the Lord. ഭൂമിയിലെ രാജാക്കന്മാർ ദൈവത്തിന്റെ അഭിഷേകത്തിനെതിരെ അണിനിരക്കുന്നതിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. So remember, the Lord Jesus is the anointed one of the Lord. അതുകൊണ്ട് ഓർക്കുക, യേശു ക്രിസ്തു എന്നുള്ളത് അവൻ ഈ ഭൂമിയിലേക്ക് വന്ന അഭിഷിക്തനാണ്. He is the ultimately anointed personality. ഏറ്റവും ആത്യന്തികമായി അഭിഷേകം ചെയ്യപ്പെട്ട വ്യക്തി എന്നുള്ളത് അവൻ തന്നെയാണ്. He is, sometimes we say he is an anointed man of God, she is an anointed woman of God. നമ്മൾ സാധാരണ ചില ആളുകളെ നോക്കിയിട്ട് പറയാറുണ്ട്, ഇത് അഭിഷക്തനായ ഒരു ദൈവദാസനാണ്, അഭിഷക്തിയായ ഒരു ദൈവദാസിയാണ്. But all the anointing is coming from the ultimately anointed one, the Christ, the Messiah, the anointed one. ഓർക്കുക, എന്നാൽ ഈ എല്ലാ അഭിഷേകവും നമ്മുടെ മേൽ കടന്നു വരുന്നത് അഭിഷക്തനായ മശിഹയായിട്ടുള്ള യേശു ക്രിസ്തുവിൽ നിന്നാണ്. Luke 4:18, we read about God has anointed me to preach the gospel to the poor. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്ന, ദൈവം ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാനായിട്ട് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. So he is the anointed one. ഓർക്കുക, അവൻ അഭിഷിക്തനാണ്. He can give you anointing. അവന് അഭിഷേകം നൽകാൻ He can സാധിക്കും. make you anointed one. നിങ്ങളെ ഒരു അഭിഷിക്തനാക്കി മാറ്റുവാൻ അവന് സാധിക്കും. Number 5, അഞ്ചാമത്തേത്, apostle of our profession. അഞ്ചാമതായിട്ട് നാം ഏറ്റു പറയുന്ന അപ്പസ്തോലൻ. Hebrews chapter 3 verse number 1. എബ്രായർക്ക് ലേഖനം 3-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വചനം. Who is an apostle? ആരാണ് ഒരു അപ്പസ്തോലൻ? An apostle, the meaning of the word apostle is the sent one. അപ്പസ്തോലൻ എന്ന വാക്കിന്റെ അർത്ഥം അയക്കപ്പെട്ടവൻ എന്നുള്ളതാണ്. So the Lord Jesus Christ is the one who is sent into this world by God the Father. ഓർക്കുക, സ്വർഗ്ഗത്തിലെ പിതാവിനാൽ അയക്കപ്പെട്ട ഒരു വ്യക്തിയാണ് യേശു ക്രിസ്തു എന്നുള്ളത്. So the Lord Jesus is our apostle of our profession or confession. ഓർക്കുക, നമ്മുടെ ഏറ്റുപറച്ചിലൂടെ യേശു ക്രിസ്തു നമ്മുടെ അപ്പസ്തോലനായി ഈ ഭൂമിയിൽ മാറിയിരിക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. Isn't that wonderful? ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു So the കാര്യം. Lord Jesus is our advocate. യേശു ക്രിസ്തു വക്കീലാണ്. He is our Alpha and Omega. അവൻ ആൽഫയും He is ഒമേഗയുമാണ്. our anointed one. അപ്പോൾ തന്നെ അവൻ He അഭിഷിക്തനാണ്. is our apostle. അവൻ നമ്മുടെ അപ്പസ്തോലനാണ്. He is Almighty God. അവൻ സർവശക്തനാണ്. Number 6, write down. 6-ാമത്തേത് എഴുതുക. He is Amen. അവൻ ആമേനാകുന്നു. Revelation 3:14. വെളിപ്പാട് പുസ്തകം 3:14. In Revelation, in many different parts, you can read this. His name is Amen. വെളിപ്പാട് പുസ്തകത്തിന്റെ പല ഭാഗങ്ങളിൽ അവന്റെ പേര് ആമേൻ എന്നുള്ളതാകുന്നു നമുക്ക് വായിക്കാൻ Why സാധിക്കും. is he called Amen? എന്തുകൊണ്ടാണ് അവൻ ആമേൻ എന്ന് The meaning വിളിക്കുന്നത്? of the word Amen is so be it. ആമേൻ എന്ന വാക്കിന്റെ അർത്ഥം അങ്ങനെ തന്നെ എന്നുള്ളതാണ്. That means yes. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ യെസ്, അതെ എന്ന് No പറയുന്നത്. change, I agree. ഒരു മാറ്റമില്ല, ഇത് ഞാൻ സമ്മതിക്കുന്നു എന്ന് പറയുന്നത്. So Paul says, in Christ all the promises of God are yes and amen. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ക്രിസ്തുവിൽ എല്ലാ വാഗ്ദാനങ്ങളും ആമേൻ ഉവ്വ് ആമേൻ എന്നാകുന്നു എന്ന് പറയുന്നത്. Amen means he is truthful
faithful to whatever he has said. ആമേൻ എന്നതിന് അർത്ഥം അവൻ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണോ അതിനോട് അവൻ സത്യസന്ധത പുലർത്തുന്നു എന്നുള്ളതാണ്. Hallelujah. Hallelujah. That means we can count on him, we can rely on him, we can trust in him. Amen. Yep. അതിന്റെ അർത്ഥം നമുക്ക് അവനെ ആശ്രയിക്കാൻ സാധിക്കും, അവനിൽ പരിപൂർണമായി ചാരുവാൻ സാധിക്കും. Hallelujah. ഹല്ലേലൂയ. Now, number 7, he is the author of life. ഏഴാമത്തെ കാര്യം, അവൻ നമ്മുടെ ജീവന്റെ കർത്താവാണ്. Acts chapter 3 verse number 15. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വചനം. Now Peter is saying, you killed the author of life. അവിടെ പത്രോസ് പറയുന്നത്, ജീവന്റെ നായകനെ, കർത്താവിനെ നിങ്ങൾ കൊന്നുകളഞ്ഞു, ക്രൂശിച്ചു. Jesus said, I am the life. യേശു പറഞ്ഞു, ഞാനാണ് ജീവൻ. He's the author of life. അവൻ ജീവദായകനാണ്. He's the giver of life. അവൻ ജീവദായകനാണ്. All kinds of life is coming from him. എല്ലാ തരത്തിലുള്ള ജീവനും അവനിൽ നിന്നാണ് ഒഴുകി But വരുന്നത്. you guys, you killed him. എന്നാൽ നിങ്ങൾ അവനെ കൊന്നുകളഞ്ഞു. So his name is author of life. അതുകൊണ്ട് അവന്റെ പേരെന്നുള്ളത് ജീവനായകൻ അഥവാ ജീവന്റെ കർത്താവ് എന്നുള്ളതാണ്. I request all of you to breathe in. Everybody, please. എല്ലാ ആളുകളും ശ്വാസം അകത്തേക്ക് എടുക്കുവാനായിട്ട് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുക. And breathe out, please. ശ്വാസം അകത്തേക്ക് എടുത്ത് പുറത്തേക്ക് വിടുക. What are you doing? എന്തുകൊണ്ടാണ് ഞാൻ You are ചെയ്യുന്നത്? doing this because you have life in you. നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കുന്നു. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ അകത്ത് ജീവൻ Once ഉള്ളത്. the life is gone, you cannot breathe at all. നിങ്ങളുടെ അകത്തുനിന്ന് ജീവൻ ഒരിക്കൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് ശ്വാസം This എടുക്കാൻ life പറ്റില്ല. breath is coming from him. ഓർക്കുക, ഈ ജീവശ്വാസം അവനിൽ നിന്നാണ് He is വരുന്നത്. the author of life. അവനാണ് ഇതിന്റെ കർത്താവ്. That is his name. അതാണ് അവന്റെ That പേര്. is his title. അതാണ് അവന്റെ സ്ഥാനപ്പേര്. So you and I, when we walk around, when we do everything lively, remember that life is coming from the author of life. ആമേൻ. നാം ചുറ്റുവട്ടത്തും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ജീവൻ അവനിൽ നിന്നാണ് ഒഴുകി വരുന്നത്. അവനാണ് ജീവദായകൻ എന്നുള്ളത് നാം വിശ്വസിക്കണം. Hallelujah. ഹല്ലേലൂയ. So I gave you 7 names and titles of the Lord Jesus. ഇതിനോടകം യേശു ക്രിസ്തുവിന്റെ 7 പേരുകൾ ഞാൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. I'm going to give you a homework. ഞാൻ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് തരട്ടെ. And this is the homework. ഇതാണ് ഹോംവർക്ക്. Meditate upon these 7 names and titles today. ഇന്ന് ഈ 7 നാമങ്ങളെ കുറിച്ച് ധ്യാനിക്കുക. And read those verses. അത് മാത്രമല്ല, അതിനോട് ചേർത്ത് ഞാൻ നൽകിയ വചനങ്ങൾ You വായിക്കുക. can even make a search of your own to find out more names and titles. അത് മാത്രമല്ല, നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് കൂടുതൽ സ്ഥാനപ്പേരുകളും ഒക്കെ കണ്ടുപിടിക്കുക. And you can research on one name itself. For example, advocate, find wherever it is mentioned. അത് മാത്രമല്ല, ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ആഴത്തിൽ പഠിക്കുക. ഉദാഹരണമായിട്ട് വക്കീൽ, അഡ്വക്കേറ്റ് എന്നുള്ളത് അതെവിടെയൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നോക്കി ആഴത്തിൽ പഠിക്കുക. I believe you all are very good students of the Bible. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ എല്ലാവരും ബൈബിളിന്റെ നല്ല വിദ്യാർത്ഥികളാണ്. Let's pray right now. നമുക്കിപ്പോൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. Heavenly Father, thank you for revealing all these names and titles of the Lord Jesus to us. സ്വർഗീയ പിതാവേ, ഈ പേരുകൾ ഓരോന്നും അങ്ങ് ഞങ്ങൾക്ക് സ്ഥാനപ്പേരുകളും വെളിപ്പെടുത്തി തന്നതിനായി നന്ദി പറയുന്നു. And help us, Father, to explore every name and find out the blessings, the potential, the power that is contained in every name. കർത്താവെ, ഓരോ നാമത്തിലും അടങ്ങിയിട്ടുള്ള അനുഗ്രഹങ്ങൾ, വിടുതലുകൾ, കർത്താവെ സമൃദ്ധികൾ എന്തൊക്കെയാണോ അതൊക്കെ ഇവരുടെ ജീവിതത്തിലേക്ക് വരേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. And heal the sick people right now, Father. കർത്താവെ, ഇപ്പോൾ തന്നെ രോഗികളെ അങ്ങ് സൗഖ്യമാക്കണം. And the Holy Spirit tells me that some of you are really broken down on the inside. അത് മാത്രമല്ല, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ചില ആളുകളൊക്കെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിങ്ങൾ വളരെയധികം തകർന്നിരിക്കുന്നവരാണ്. And the Lord wants to uplift you അത് മാത്രമല്ല, ദൈവം നിങ്ങളെ ഉയർത്തുവാൻ and ആഗ്രഹിക്കുന്നു. encourage you നിങ്ങളെ and പ്രോത്സാഹിപ്പിക്കാൻ, motivate you. നിങ്ങളെ ധൈര്യപ്പെടുത്താൻ. Right now the Holy Spirit is coming. ഇപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരികയാണ്. Right now the hope and peace of the Lord is filling your heart. അത് മാത്രമല്ല, നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് വലിയൊരു പ്രത്യാശയും അതുപോലെ പ്രതീക്ഷയും കൊണ്ട് കർത്താവ് ഇപ്പോൾ Some നിറയ്ക്കുന്നു. of you are unable to take the right decisions in your life. ചില ആളുകൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കാത്തവരായിട്ടുണ്ട്. And the Holy Spirit is coming right now to help you
to guide you and lead you so that you can take godly decisions. അതുമാത്രമല്ല പരിശുദ്ധാത്മാവ് വന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ ദൈവികമായ വിധത്തിൽ അവൻ നിങ്ങളുടെ ജീവിതത്തെ അവൻ ചലിപ്പിക്കാൻ പോകുകയാണ്. Thank you, Lord Jesus, for giving answers to their prayers. കർത്താവേ, അങ്ങ് പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി തന്നതിനായി നന്ദി In പറയുന്നു. Jesus' name. യേശുവിന്റെ നാമത്തിൽ Amen. ആമേൻ. Today, because it is Friday, we are going to have a global healing crusade. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇന്ന് നമുക്ക് ഗ്ലോബൽ ഹീലിംഗ് ക്രൂസൈഡിന്റെ ദിവസമാണ്. You can come on Zoom or you can watch it on YouTube and Facebook. നിങ്ങൾക്ക് സൂമിൽ വരാൻ സാധിക്കും, അല്ലെങ്കിൽ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ വന്ന് നിങ്ങൾക്കത് കാണാൻ സാധിക്കും. Invite your friends and others also. നിങ്ങളുടെ കൂട്ടുകാരെയും മറ്റുള്ളവരെയും എല്ലാം അതിനുവേണ്ടി You can ക്ഷണിക്കുക. sponsor these episodes and Healing Crusade and Sunday Live. നിങ്ങൾക്ക് ഈ എപ്പിസോഡുകളും സൺഡേ ലൈവും ഒക്കെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാൻ സാധിക്കും. God bless you all. See you tomorrow. Bye-bye. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ബൈ.